ലീഗിന്റെ നേതാവ് ആ ധർമ്മസംഘടന തുറന്നു പറയുന്നുണ്ട്. അവിടുത്തെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അല്ല, എല്ലാവരുടെ ചോദ്യം ഇതാണ്. എല്ലാവരും അസംതൃപ്തരാണ്. ചോദ്യം എന്നുള്ളതിൽ അവരുടെ അസംതൃപ്തി അവരുടെ വാക്കിൽ നിന്ന് പ്രകടമാണ്. അവരെ മുഖത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഇതിനാണോ നിങ്ങൾ UDF വോട്ട് ചെയ്തത് എന്ന് ചോദിക്കുന്ന ആൾക്കാർ എവിടെ പോയാലും, ചായപ്പീടികയിൽ പോയാലും അവിടെ സംസാരം അതാണ്. നേരെ മറിച്ച് നാട്ടിൻപുറങ്ങളിൽ ചെന്നാൽ ഇതാണ് സംസ്കാരം. 4 ആൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതാണ് സംസ്കാരം. ഇതാണ് സംസാര വിഷയം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇവിടെ വോട്ടെണ്ണൽ അന്ന് ഉച്ചയ്ക്ക് ചർച്ച തുടങ്ങി. നിരീക്ഷകർ ആരൊക്കെ എന്ന ചർച്ച അവിടെ തുടങ്ങി. അവർ ഇവിടെ വന്ന് രാവിലെ ഹോട്ടലിൽ ചർച്ച, MLA-മാരുമായി ചർച്ച, അത് കഴിഞ്ഞ് വൈകിട്ട് നിരീക്ഷകരുടെ വേറൊരു ചർച്ച, ഡൽഹിയിൽ പോയി റിപ്പോർട്ട് കൊടുത്ത് ഖാർഗെയുമായി ചർച്ച, അത് കഴിഞ്ഞ് നമ്മുടെ നേതാക്കളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി 4 മണിക്കൂർ അവിടെ ചർച്ച, നാളെ കെ മുരളീധരൻ, കെ സുധാകരൻ അടക്കമുള്ളവരുമായി വേറെ ചർച്ച. ഒന്നും പോരാഞ്ഞ് ഗ്രൗണ്ട് വികാരം അറിയാൻ ഏതോ 3 രഹസ്യ നിരീക്ഷകർ വേഷം മാറി പ്രച്ഛന്ന വേഷത്തിൽ എവിടെയൊക്കെയോ തിരയുകയാണ്. എന്താണ് ഗ്രൗണ്ടിലെ വികാരമെന്ന്. ഇത് വല്ലാത്ത ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് ശ്രീ ആനന്ദ് കൊച്ചുകൂടി. അല്ല ഹാഷ്മി, ഈ തെരഞ്ഞെടുപ്പ് നടന്ന് 102 സീറ്റുമായി ജയിപ്പിച്ച ഈ കോൺഗ്രസ് മുന്നണി, കോൺഗ്രസ് നയിക്കുന്ന ഈ ജനാധിപത്യ മുന്നണി ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുക അവർക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇവിടെ 63 MLA-മാരുണ്ട്. 3 അവരെ സ്വതന്ത്രരായി പിന്തുണച്ച MLA-മാർ വേറെ 3 ഉണ്ട്. ഇവിടെ സഖ്യകക്ഷികൾ അവരെ കേൾക്കുക എന്നുള്ള ഒരു കാര്യത്തിനപ്പുറം ഇവിടെ കോൺഗ്രസ്സിന് ഒരു MLA, ഏതെങ്കിലും ഒരു MLA തിരഞ്ഞെടുക്കുക ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹൈക്കമാൻഡ് തന്നെ നേരിട്ട് ഇവിടെ ഈ കാര്യത്തിൽ ഒരു പക്ഷം പിടിക്കുന്ന രീതിയിൽ ഒരാളെ കെട്ടിയിറക്കുക എന്നുള്ള ഒരു ഉദ്യമത്തിലേക്കാണ് പോകുന്നത്. അതാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാര്യം. അല്ലെങ്കിൽ ഇപ്പോൾ നയിച്ച ആൾ, അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ മറ്റൊരാൾ, ഇങ്ങനെ 2 3 ചോയ്സുകളുള്ള MLA-മാരിൽ നിന്ന് അതിൽ നിന്ന് മികച്ച ആളെ MLA-മാരോട് തന്നെ ചോദിച്ച് തിരഞ്ഞെടുക്കുക. അതിന് പകരം ഹൈക്കമാൻഡിൻ്റെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ 8 വർഷമായി ഇവിടെ കേരളത്തിൽ ഈ ഹൈക്കമാൻഡിൻ്റെ ഭാഗമെന്ന ഒറ്റ കാരണത്താൽ കുറേ MLA-മാരെ ചാക്കിൽ കയറ്റാൻ പറ്റിയ ഒരു നേതാവിനെ ഇവിടെ മുഖ്യമന്ത്രിയായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളത് അടുത്താണ് ഈ പ്രഹസനം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഒരു പ്രഹസനമായി മാറിയിരിക്കുന്നത്. ഈ KC വേണുഗോപാൽ എന്ന ഒറ്റയാളെ ഇവിടെ മുഖ്യമന്ത്രിയാക്കാൻ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന അനുചരന്മാരും അദ്ദേഹത്തിൻ്റെ ഒറ്റമിത്രമായ കോൺഗ്രസിൻ്റെ എല്ലാമായ രാഹുൽ ഗാന്ധിയും ഇതിന് ഇറങ്ങിത്തിരിച്ചില്ലായിരുന്നെങ്കിൽ ഇതിനകം നമുക്കൊരു മുഖ്യമന്ത്രിയെ കിട്ടുമായിരുന്നു, മറ്റ് മന്ത്രിമാരെ കിട്ടുമായിരുന്നു, ഇവിടെ ഒരു സത്യപ്രതിജ്ഞ ഡേറ്റെങ്കിലും കിട്ടുമായിരുന്നു, നമുക്കൊരു പുതിയ സർക്കാരിനെ കിട്ടുമായിരുന്നു. ഈ അനിശ്ചിതത്വം, ഈ പോലീസുകാരും ഇവിടുത്തെ പല സംഘടനകളും ഇപ്പോൾ എസ്കോർട്ടിൻ്റെയും പൈലറ്റിൻ്റെയും കാര്യങ്ങൾ നമ്മൾ വാർത്തയിൽ വായിക്കുന്നുണ്ട്. അതുപോലെയുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവിടെ എല്ലാ കാര്യത്തിനും ഒരു ഉത്തരം കിട്ടുമായിരുന്നു. പക്ഷേ ഇവിടെ 2018 ഡിസംബറിൽ ഒരു MLA പോലും കൂടെ ഇല്ലാതിരുന്ന പെട്ടെന്ന് ഹൈക്കമാൻഡിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി മാറിയ, അല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ചെലുത്തി സംഘടനാ ജനറൽ സെക്രട്ടറിയായി മാറിയ KC വേണുഗോപാൽ 2018 ശേഷം കേരളത്തിലെ പാർട്ടി എങ്ങനെയാണ് അദ്ദേഹം വിഴുങ്ങിയത് എന്നുള്ളിടത്താണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാന പ്രശ്നം. അവിടെ നിന്ന് അദ്ദേഹം ഓരോ MLA-മാരെ ചാക്കിൽ കയറ്റി ഓരോ തവണ അദ്ദേഹം പണത്തിന്റെയും മറ്റ് പല പരിഗണനകളും. ഇപ്പൊ KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ മോശം നേതാവല്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ഈ പറഞ്ഞ KSU മുഖാന്തരം തുടങ്ങി അദ്ദേഹം സംഘടനാ സെക്രട്ടറിയാണ്. ശരി, ഇനി ഹൈക്കമാൻഡിന്റെ മനസ്സിൽ ഇപ്പൊ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മല്ലികാർജുൻ ഖാർഗെയും ഈ പറഞ്ഞ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ദീപാദാസ് മുൻഷിയുമാണ് തെറ്റിദ്ധരിക്കണം. ഒന്നുമല്ല, രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ സോൾ തീരുമാനമാണ് ഹൈക്കമാൻഡ്. പ്രിയങ്കയും സോണിയ പോലുമാണെന്ന് ഞാൻ കരുതുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ KC ആണെങ്കിൽ ആ പേര് പ്രഖ്യാപിക്കുന്നേ. ഞാൻ പറഞ്ഞു, അതിനുള്ള ഒരു മിനിമം ധൈര്യം ഒരു ഹൈക്കമാൻഡ് കാണിക്കണ്ടേ? അല്ല, ഇവിടെ ഹാഷ്മിക്ക് അറിയാമല്ലോ, 2019 തൻ്റെ നിയോജക മണ്ഡലത്തിൽ ജയിക്കുമോ എന്ന് അറിയില്ലാതെ അദ്ദേഹം ഉറപ്പില്ലാത്ത ഘട്ടത്തിൽ ഈ കേരളത്തിൽ വന്ന് രക്ഷ തേടുകയാണ് ഈ ഹൈക്കമാൻഡായിട്ടുള്ള രാഹുൽ ഗാന്ധി ചെയ്തത്. അദ്ദേഹത്തെ അമേഠിയിൽ പരാജയപ്പെട്ടപ്പോൾ ഈ കൊച്ചു കേരളത്തിലെ വയനാട്ടിൽ നിന്നാണ് അദ്ദേഹം ജയിച്ച് ലോക്സഭയിലെത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരിയായിട്ടുള്ള പ്രിയങ്ക, അവർക്ക് കൃത്യമായി വയനാട്ടിൽ നിന്ന് മത്സരിച്ച് വീണ്ടും ജയിക്കാനുള്ള സാഹചര്യമുണ്ടായി. ഈ ഹൈക്കമാൻഡ് പോലും കേരളം എന്ന സംസ്ഥാനത്തെ എത്രമാത്രം ആശ്രയിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. അപ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെ ഒരു ചോയ്സ്, അവരുടെ ഒരു നോമിനിയെ ഇങ്ങനെ അടിച്ചേൽപ്പിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ അകത്തെ
ഒരു കോംപ്ലിക്കേഷൻ. അല്ലാതെ വെറുതെ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം കല്ലിൽ പിളർക്കും, അല്ലെങ്കിൽ അത് ഒരു മടിയുമില്ലാതെ ഇവിടെ ആൾക്കാരെല്ലാം അങ്ങ് അംഗീകരിക്കും. പക്ഷെ പൊതുജനം ഉണ്ടല്ലോ, ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ആ പാർട്ടിയുടെ അണികൾക്കപ്പുറം ഇവിടുത്തെ വലിയ ജനസാഗരമുണ്ടല്ലോ. കോൺഗ്രസിന് CPM-ന്റെ അത്രയും പോലെ അംഗങ്ങളും അംഗബലവും സംഘടനാ ബലവും ഇല്ലാത്ത ആ പാർട്ടിക്ക് ഇത്തവണ ഇത്ര വലിയ വിജയം കൊടുത്തത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ്. അതിൽ അവരുടെ അണികൾക്കപ്പുറമുള്ള അനുഭാവികളുണ്ടാവും. പക്ഷെ അതിന് പുറമേയുള്ള ഒരു വലിയ പൊതുജനമുണ്ടല്ലോ, അവരുടെ എല്ലാം ഒരു വികാരം കണക്കിലെടുക്കാതെ പെട്ടെന്ന് പുറകിൽ നിന്ന് വന്ന് ഒരു ഓപ്പറേഷൻ നടത്തി ഈ ജയത്തിൻ്റെ എല്ലാം അവകാശം എനിക്കാണ്, ഞാൻ പണമിറക്കിയിട്ടാണ് ജയിക്കുന്നത്. എവിടെ നിന്നാണ്? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നൊന്നുമല്ല, ഇത് തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ ഉണ്ടാക്കുന്ന പാർട്ടിക്ക് കിട്ടുന്ന ആ പണത്തിൽ നിന്നാണ് കുറച്ച് അദ്ദേഹം ഇവിടെ അവർക്ക് MLA-മാർക്ക് പ്രചരണത്തിന് കൊടുത്തു, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കഴിഞ്ഞ തവണത്തെ പോലെ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പാർട്ടിയിൽ ചില സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് കുറേ MLA-മാരെ ചാക്കിൽ കയറ്റി അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രിയാകാൻ തുനിഞ്ഞിറങ്ങിയത്. അതാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാന കാരണം. അല്ലെങ്കിൽ ഇവിടെ എന്താണ് പ്രശ്നം? ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം, ഇന്ന് KC വേണുഗോപാലിൻ്റെയും K സുധാകരൻ്റെയും നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് യോഗം കണ്ണൂരിൽ നടക്കുന്നു എന്നുള്ള വാർത്ത വന്നത്. ഇതിൽ ഞാൻ സംശയിക്കുന്ന ഒരു കാര്യം ഞാനിവിടെ ആദ്യമായിട്ട് പറയാം. അതായത് മാർച്ച് 15-ന് ശേഷം 3 ദിവസം K സുധാകരൻ ദില്ലിയിൽ കെട്ടിക്കിടന്നു. അദ്ദേഹത്തിന് MP ആയിട്ടുള്ള അദ്ദേഹം കണ്ണൂരിൽ അല്ലെങ്കിൽ ഈവൻ ധർമ്മടത്ത് പോലും മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ 3 ദിവസം ഹൈക്കമാൻഡിനെ മുൾമുനയിൽ നിർത്തി. എന്തിനായിരുന്നു അദ്ദേഹം ആ നാടകം കളിച്ചത്? അതുപോലും KC വേണുഗോപാലിന്റെ ഒരു താല്പര്യപ്രകാരമാണോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.